ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഓണച്ചന്തകളിലെല്ലാം കടകളിലുമെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. നാടാകെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓണാഘോഷ ചടങ്ങുകൾ പുലർച്ചെ തന്നെ ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ ഉത്രാട സന്ധ്യ കഴിക്കാൻ പതിവ് പോലെ ആയിരങ്ങളെത്തി. സാനിയോ മനോമി കോഴിക്കോട് നിന്നും, റഹീസ് റഷീദ് തിരുവനന്തപുരത്ത് നിന്നും, ഷബാസ് അഹമ്മദ് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം നമുക്ക് പോകാം തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരത്ത് നിന്നും റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, ഉത്രാടദിനാശംസകൾ. ഇനിയിപ്പോ ഈ രാവ് കഴിഞ്ഞാൽ തിരുവോണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. വലിയ ആഘോഷത്തിലാണ്. തിരുവനന്തപുരത്ത് വൈദ്യുത ദീപാലങ്കാരങ്ങൾ കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടാവും. ഈ രാവ് പുലർന്നാൽ ഓണത്തിനൊരുങ്ങിയോ തലസ്ഥാനം? തലസ്ഥാനം എല്ലാ അർത്ഥത്തിലും ഓണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ അരുൺകുമാർ, ചാല മാർക്കറ്റിൽ നിന്നും പാളയം മാർക്കറ്റിൽ നിന്നും അവസാന ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ ആളുകൾ ഈ കാണുന്ന മിന്നാമിനുങ്ങി ലൈറ്റ് വട്ടം കണ്ടോ, ഇത് കാണാൻ കുടുംബസമേതം കനകക്കുന്നിലേക്കും മ്യൂസിയത്തിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെള്ളയമ്പലം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം. അവിടെ മുഴുവൻ വെളിച്ചമാണ്. നേരെ കനകക്കുന്നിലേക്ക് കയറുന്ന സ്ഥലത്ത് ഭയങ്കര രസമുള്ള വെളിച്ചം. നേരെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും മുഴുവൻ എവിടെ തിരിഞ്ഞാലും ലൈറ്റാണ്, കളർ ബൾബുകളാണ്. ഇത് തിരുവനന്തപുരത്തിന്റെ ഒരു ഓണാഘോഷത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാ കാലത്തും തിരുവനന്തപുരം ഇങ്ങനെയാണ് ഓണത്തിന്റെ കാര്യത്തിൽ. പക്ഷേ കോവിഡും കഴിഞ്ഞ തവണത്തെ വയനാട് ദുരന്തമൊന്നും കാരണം ഇല്ലായിരുന്നു ആഘോഷങ്ങൾ. പക്ഷെ അതൊക്കെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ കൂട്ടമായി കുറെ അധികം ആളുകൾ ഇവിടെ നിൽക്കുന്നു. ഓണാഘോഷം റഷീദ്, ഞാനൊന്ന് കൊച്ചിയിലേക്ക് കൂടി പോകുന്നു. നമുക്ക് അല്പസമയത്തിനുള്ളിൽ വീണ്ടും തിരിച്ച് ഞാൻ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. കൊച്ചിയിൽ ഷഹവാസ് നമുക്ക് പോകുന്നുണ്ട്. ഷഹവാസ് അഹമ്മദ്, അങ്ങനെ കൊച്ചിയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൃക്കാക്കരയിൽ നിന്ന് പുലർച്ചെ തന്നെ വലിയ ആചാരപരമായ ആഘോഷങ്ങളാണ്. ഉത്രാട സദ്യ ഉണ്ണാൻ ഒരുപാട് പേര് വന്നു. കൊച്ചി നഗരത്തിലും ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ് ഷഹവാസ് അഹമ്മദ്? അരുൺകുമാർ, ഒരു 8 മണിവരെ കൊച്ചി നഗരത്തിൽ ഉത്രാടപ്പാച്ചിലുള്ള കാഴ്ചകളായിരുന്നു. പക്ഷേ ഒരു 8 മണിക്ക് ശേഷം മഴയുടെ പാച്ചിലായിരുന്നു കണ്ടത്. വലിയൊരു മഴ തന്നെയാണ് 8 മണിക്ക് ശേഷം പെയ്തത്. ഈ നഗരത്തിലെ കടകളിലൊക്കെ തുണിത്തരങ്ങളൊക്കെ പുറത്തു വെച്ചതൊക്കെ കച്ചവടക്കാർ മൂടി വെച്ചു. പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്ന് പൊടിയുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. മഴ പെയ്തതുകൊണ്ട് ചെറിയൊരു തിരക്ക് കുറഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ തിരക്ക് തന്നെ തുണിക്കടകളിലും പച്ചക്കറി കടകളിലും ഒക്കെ ഉണ്ട്. ഇവിടെ മഴ പെയ്തുകൊണ്ട് അവസാന ഘട്ടമായതുകൊണ്ട് ആദായ വിൽപ്പനയാണ്. എങ്ങനെയാണ് വില കുറച്ചോ അവസാനം? ലാസ്റ്റ് മഴയല്ലേ, മഴയായതുകൊണ്ട് വീട്ടിൽ പോണ്ടേ. ഇതല്ലേ ഓണമല്ലേ, വീട്ടിൽ പോകണ്ടേ. എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഷർട്ട്? ഇതിപ്പോ നമ്മള് ഇത്ര നേരം കൊടുത്ത് 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ നാളെ 500 രൂപയ്ക്ക് കൊടുക്കുന്നത്. നാളെ 500 രൂപ. കളക്ഷൻ ഇല്ല, സൈസ് ഇല്ല, എന്നവർക്കൊന്നും കളറില്ല. ഇതാണ് അരുൺകുമാർ, വലിയ തിരക്ക് എല്ലാ ഭാഗങ്ങളിലും. ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു മഴ പെയ്തത് ഒഴിച്ചു നിർത്തിയാൽ കൊച്ചി നഗരത്തിൽ പകൽ മുഴുവനും അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. എല്ലാവരും ഈ ഉത്രാടപ്പാച്ചിലിനായി ഇറങ്ങി ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു. ഈ വൈകുന്നേരത്ത് ചെറിയൊരു മഴ പെയ്തതോടുകൂടി ചെറിയ തിരക്ക് കുറഞ്ഞു. പക്ഷേ ഇപ്പോഴും നഗരങ്ങളിലെ കടകളും പച്ചക്കറി കടകളും വരാം. സാനിയോ മനോമിയുണ്ട് കോഴിക്കോട്. സാനിയോ മനോമി, കോഴിക്കോട്ട് എങ്ങനെയാണ് ഈ ഉത്രാട രാത്രി പൊളിക്കുന്നത്? അരുൺ, ഞാനേ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞതിന് സമയത്ത് ഈ കോഴിക്കോട് ഇങ്ങനെ ലൈറ്റ്സ് ഇട്ടിരിക്കുന്നു. ആഘോഷ പരിപാടികൾ, പാട്ട്, ഗാനമേള, അങ്ങനെ പലതരം പരിപാടികൾക്ക് വന്ന 2-3 ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ ഓണാഘോഷത്തിന് വന്നാണോ? എവിടെയാണ് സ്ഥലം? ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചോ? നാളെ പൂക്കളിടണ്ടേ? എന്റെ പേരെന്താ? എല്ലാം വാങ്ങിച്ചോ? പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? പൂക്കളൊക്കെ ഇടണ്ടേ? അടിപൊളിയാണ്. അടിപൊളി. നാളത്തെ പ്ലാൻ എന്താ? പ്രത്യേകിച്ച് പൂക്കളിടണം, സദ്യ കഴിക്കണം, വേറെ സദ്യ വിട്ടൊരു കളിയുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് മാനാഞ്ചിറ തന്നെയാണ്. മാനാഞ്ചിറ ഈ ലൈറ്റ്സ്, അതായത് റഹീസ് പറഞ്ഞതുപോലെ മുൻപൊക്കെ ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം കുത്തകയായിരുന്നു ഈ ലൈറ്റ്സ് എങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കോഴിക്കോട് ഇങ്ങ് എടുത്തിരിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം നോക്കിയേ, നിറയെ ലൈറ്റ്സ് ഇങ്ങനെ വന്ന് ഒരുപാട് ഓണാഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി പോവാണോ? അതായത് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ആളുകൾ
അവസാനവട്ട ഒരുക്കവും കഴിഞ്ഞ് മാത്രമല്ല ലൈറ്റ് ഉള്ളത്. നിങ്ങളുടെ കോഴിക്കോട് അങ്ങാടിക്ക് ലൈറ്റ് ഉണ്ട്. അവിടെ മാനാഞ്ചിറയും നല്ല വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ സമൃദ്ധമാണ്. അപ്പോൾ ഓണം ഇങ്ങെത്തി. ഇന്ന് ഉത്രാടരാവ് കഴിഞ്ഞാൽ ഉത്രാട നിലാവൊന്നുമില്ല. കൊച്ചിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് നല്ല മഴപ്പാച്ചിലുമായിരുന്നു. അപ്പോൾ നാളെ പുലർന്നാൾ തിരുവോണമായി.